നമ്മുടെ ജീവിത മേഖലകളിലെല്ലാം ദൈവത്തിന്റെ സംരക്ഷണമുണ്ട്. പക്ഷേ നമ്മളുടെ പാപങ്ങളും നമ്മുടെ കൂടെ ഉണ്ട് അല്ലെ? നമ്മുടെ ജീവിതത്തില് നമ്മുടെ കൂടെ തന്നെ സഞ്ചരിക്കുന്ന ഒരു അവസ്ഥയാണ് പാപത്തിന്റെ സാഹചര്യങ്ങൾ അല്ലെ? ആണോ? നമ്മളെവിടെ അതെ. പോയാലും പാപത്തിന്റെ സാഹചര്യങ്ങളുണ്ട്. ഇപ്പൊ നമ്മള് ദൈവസ്നേഹത്തിലാണെങ്കിൽ കൂടുതൽ പാപത്തിന്റെ പ്രലോഭനങ്ങളുടെ സാഹചര്യങ്ങൾ കൂടുതലുണ്ടാവും. നമ്മള് ദൈവവുമായിട്ട് അത്ര ഐക്യമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പാപത്തിലായതുകൊണ്ട് പ്രത്യേകിച്ച് പിശാചിന് പ്രത്യേകിച്ച് ഒരു അധ്വാനത്തിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് അവൻ നമ്മളെ ആ ഒരു വഴിക്ക് നോർമലി ഈ പാപാവസ്ഥയിൽ തന്നെയാണ് നമ്മൾ. പക്ഷെ ദൈവസ്നേഹത്തിൽ നിന്ന് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അവന്റെ അധ്വാനം പ്രത്യേകമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം അവൻ ഒരു ഓരോ സമയവും കൃത്യമായിട്ട് പരിശോധിച്ച് സാഹചര്യങ്ങൾ മോട്ടിവേറ്റ് ചെയ്ത് അവന്റെ സാമ്രാജ്യത്തിലേക്ക് വലിച്ചിടാനായിട്ട് എല്ലാ മേഖലകളിലും അവൻ ഇടയാക്കും. അതുകൊണ്ട് നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവിടെ നിന്നെ നമ്മളെ സഹായിക്കുന്നുണ്ട് അല്ലെ? നമ്മള് പാപത്തിന്റെ സാഹചര്യത്തിലായതുകൊണ്ടാണ് ദൈവം ആ ഒരു വചനം നമ്മളോട് പറയുന്നത്. പാപം നമ്മുടെ പാദങ്ങളെല്ലാം, നമ്മുടെ എല്ലാവരുടെയും പാദങ്ങളെല്ലാം പാപത്തിന്റെ സാഹചര്യത്തിന്റെ കാൽച്ചുവട്ടിൽ കൂടിയാണ് നമ്മൾ കടന്നു പോണത് അല്ലെ? ആണോ? അതെ. ഒരിക്കലും നമുക്ക് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം ഒരിക്കലും പാപത്തിന്റെ സാഹചര്യത്തിൽ നിന്നും ഒഴിവായി നിൽക്കുക എന്ന് പറഞ്ഞാല് വളരെ വിലയുള്ളതും കഠിനമായ അധ്വാനവും ഉള്ളതുമായ കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് ദൈവത്തിന്റെ ആ വചനം എന്ന് പറഞ്ഞാല് നമ്മളുടെ പാദം പാപത്തിന്റെ സാഹചര്യങ്ങളെ ചവിട്ടി അതിന്റെ ശക്തിയെ ഇല്ലാതാക്കണം. അതിന് എന്താ പറയുന്നത്, ഉചിതമായി ചെയ്തു കഴിഞ്ഞാൽ നീ സ്വീകാരനായിരിക്കില്ലെന്ന് കായലിനോട് പറയുന്നുണ്ട് അല്ലെ? ആബേൽ ചെയ്തതുപോലെ ഉചിതമായവ സ്വീകരിച്ചു കഴിഞ്ഞാൽ നീയും ആബേലിനെ പോലെ സ്വീകാരനായിരിക്കില്ലേ എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ പത്രോസ്ലിയോട് പറയുന്നുണ്ട്, നിന്റെ പാദം പിശാചിനെ ചവിട്ടി നിൽക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തോടെ എന്താണ് അവനെ ചവിട്ടി നിൽക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ആഗ്രഹം അല്ലെ? നമ്മള് അവന്റെ തോളിൽ കയറിയിരിക്കുക എന്നുള്ളതല്ല, അവനെ കീഴ്പ്പെടുത്തുക. ദൈവം നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്ന ഏറ്റവും വലിയ മധ്യസ്ഥനാണ് ഈശോ അല്ലെ? ഈശോ നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നുണ്ട്. നിന്റെ കാൽച്ചുവട്ടിൽ തന്നെ പാപം പതിയിരിപ്പുണ്ട്, നീ അവനെ കീഴ്പ്പെടുത്തണമെന്ന് പത്രോസ്ലിഹയോട് പറയുന്നുണ്ട്. അപ്പോ എല്ലാവർക്കും, അതായത് ഈശോയോട് ഏറ്റവും അടുത്ത് ഇടപഴകിയവർക്കും പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പാപം എന്ന് പറയുന്ന സത്യത്തെ നമുക്ക് ഒഴിവാക്കി ഭൂമിയിൽ ജീവിക്കുക പറ്റില്ല. പറ്റുമോ? ഇല്ല, പറ്റില്ല. ഒരു കാരണവശാലും നമുക്ക് പറ്റില്ല. കാരണം അതങ്ങനെയാണ് അല്ലെ? ഇപ്പൊ ആ സാഹചര്യം ഇല്ലായിരുന്നെങ്കിൽ പാപം ഒരിക്കലും ഇല്ലാതിരുന്ന ഒരു ഏദൻ തോട്ടത്തിൽ കയറിയാണ് പാപത്തിന്റെ വിത്ത് പാകി അവൻ ഫലമെടുത്തത് അല്ലെ? ഏദൻ തോട്ടത്തിൽ ഒരു പാപവും ഉണ്ടായിരുന്നില്ല, എല്ലാം പരിശുദ്ധമായിരുന്നു. ദൈവം സൃഷ്ടിച്ചതെല്ലാം വിശുദ്ധമായ എല്ലാ മനുഷ്യർക്കും അനുഭവിക്കാൻ തക്ക വിധത്തില് ദൈവം തന്റെ ആദ്യത്തെ ഓരോ നടപടികളും തുടങ്ങി വെച്ചു. പക്ഷെ ഇത് സംഭവിച്ചു, ഈശോ ഒത്തിരി നേരം അവിടെ നിന്ന് മാറി നിന്നപ്പോഴേക്കും, മാറി നിൽക്കുക എന്നതാണോ ദൈവത്തിന്റെ അസാന്നിധ്യം മൂലം പിശാചിന്റെ സാന്നിധ്യം അറിയിച്ചു അല്ലെ? അല്ലെ? ദൈവത്തിന്റെ അസാന്നിധ്യം മൂലം പിശാചിന്റെ സാന്നിധ്യം അറിയിച്ചു. ഇത് നമ്മൾ മനസ്സിലാക്കണം. ദൈവം നമ്മുടെ കൂടെ ഇല്ല എന്നുണ്ടെങ്കിൽ പിശാച് നമ്മുടെ കൂടെ ഉണ്ട്, ഉറപ്പല്ലേ? നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നുണ്ട്. അപ്പൊ അവർക്ക് ദൈവവിചാരം നഷ്ടപ്പെട്ടു പോയെന്താണ്? മോഹം കയറി വന്നു. മോഹം ഒരു പാപത്തിന്റെ മൂലകാരണമാണ് അല്ലെ? മോഹം അല്ലെ? മനുഷ്യന്റെ മോഹം. ഇപ്പോ നമ്മള് ആഗ്രഹിക്കുകയാണ്, ഇപ്പോ നമ്മൾ ആത്മീയതയില് ആഗ്രഹിക്കുകയാണ്, എനിക്ക് ഇന്ന വരം വേണം. അതെന്താണ്? അതൊരു മോഹമാണ്, ആത്മീയമായ മോഹം അല്ലെ? ഓരോരുത്തരും പ്രവചനങ്ങൾ പറയുന്നുണ്ടല്ലോ, പ്രവചനങ്ങള് വരങ്ങൾ വേണമെന്ന് ആദ്യം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളില് ആന്തരികമായ ഒരു എന്താണ്, സ്വാർത്ഥമോഹമാണ് അല്ലെ? പ്രവചനങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം, അതായത് ഇന്നലെ ഞാൻ വചനം വായിച്ചപ്പോ കിട്ടിയൊരു വചനഭാഗമാണ്. ഏത് പുസ്തകത്തില്? ഇത് ആസാ രാജാവിനോട് ഒരു യൂദായുടെ മകൻ
പേര് മറന്നുപോയി. ആ വ്യക്തിയുടെ, അതായത് യേശു ആ വചനത്തിൽ പറയണത് ഈ ആ വ്യക്തിയുടെ ആത്മാവില് പരിശുദ്ധാത്മാവിന്റെ പരിശുദ്ധാത്മാവിൽ പ്രചോദിതമായി പ്രവചിക്കുകയാണ്. അപ്പൊ പ്രവചിക്കുന്നത് എന്താണ്? പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതമായി പ്രവചിക്കുകയാണ്, അല്ലാതെ ആ വ്യക്തിയല്ല പ്രവചിക്കുന്നത്, അല്ലെ? അപ്പൊ അതെ. പ്രവചനവരത്തിന് വേണ്ടി ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഏ ഇല്ല. പ്രവചന വരം എന്ന് പറഞ്ഞാൽ ദൈവം ദൈവം. ഇഷ്ടമുള്ള സമയത്ത് തരുന്ന കാര്യമാണ്, അല്ലെ? അതെ. നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മളിൽ കൂടി വരുന്ന ഒരു മോഹമാണ്, അല്ലെ? ആണോ? അതെ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയണത്? മനസ്സിലായി. ആ, അതുപോലെ തന്നെ ഈ ലോകത്തിൽ ഇപ്പൊ ആത്മീയതയുടെ ഒരു കാര്യവും ഞാൻ പറഞ്ഞത്. അതുപോലെ ആത്മീയതയിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. രോഗശാന്തി വരം, നമുക്ക് രോഗശാന്തി വരം ചോദിച്ച് വാങ്ങിക്കാം. പക്ഷെ അത് നമുക്കെതിരെ വരാൻ സാധ്യതയുള്ള മോഹങ്ങള് വഴി നമ്മൾ നശിക്കാൻ സാധ്യതയുണ്ട്. രോഗശാന്തി വരം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, അല്ലെ? എങ്ങനെയാ? മാമോദിസ വഴി നമുക്ക് കൂടാശയിൽ കൂടി അങ്ങനത്തെ ഒരു വരം തന്നിട്ടുണ്ട്, അഭിഷേകം ചെയ്തിട്ട്. പക്ഷെ നമ്മളത് വിശുദ്ധിയോടുകൂടി ഉപയോഗിക്കാത്തതുകൊണ്ട് നമ്മുടെ കൈ നഷ്ടം വന്നു, അല്ലെ? അപ്പൊ ഇത് നമ്മള് കൂടാശകൾ വഴി നമുക്ക് എല്ലാ കാര്യങ്ങളും തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഉപയോഗിച്ചതിന്റെ ഇപ്പൊ നമുക്ക് ബാങ്കിൽ ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ഒരു വീഡിയോ കണ്ടതാണ്. നമ്മൾ ATM കാർഡ് എടുക്കുമ്പോഴേക്കും അവര് ATM നമുക്ക് അലോ ചെയ്യുന്നതനുസരിച്ച് ഇൻഷുറൻസ് ഉണ്ട്, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, 10 ലക്ഷം വരെ ഇൻഷുറൻസ് ഉണ്ടെന്ന്. പക്ഷെ ഓരോ കാര്യങ്ങൾ നമ്മൾ ഒപ്പിട്ടൊക്കെ കൊടുക്കില്ലേ? ബാങ്കിന്റെ അക്കൗണ്ട് ഒക്കെ എടുക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ നമ്മൾ ഒപ്പിട്ടൊക്കെ കൊടുക്കുന്നുണ്ട്, ATM കിട്ടുന്നുണ്ട്, ചെക്ക് ബുക്ക് കിട്ടുന്നുണ്ട്, അല്ലെ? എല്ലാത്തിനും അതിൻ്റെതായ ഉപഭോക്താവിന് ആവശ്യമായ സഹായം ചെയ്തു കൊടുത്തോളണം എന്ന് ഗവൺമെന്റ് അപ്രൂവ് ചെയ്യുന്നുണ്ട്. അത് പക്ഷെ സാധാരണ ജനങ്ങൾ എന്താ, അക്കൗണ്ട് എടുക്കണം, ഒന്ന് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉപഭോക്താവിന്, അല്ലെ, നമ്മൾ അക്കൗണ്ട് ചെയ്യുന്ന ആ വ്യക്തിക്കുള്ളൂ. വേറെ ഒന്നും അറിയില്ല, അല്ലെ? ഈ അറിയാവുന്നവർ പറയുമ്പോഴോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. ഒരു അക്കൗണ്ട് എടുക്കുമ്പോൾ ഇൻഷുറൻസ് ഉണ്ട്, പല പല കാര്യങ്ങൾ നമുക്ക് അവര് അനുവദിച്ചു തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് അറിയാതെ നമ്മളൊരു ആവശ്യം വരുമ്പോൾ നമ്മൾ ഇൻഷുറൻസ് സ്പെഷ്യലായിട്ട് എടുക്കും. അവസാനം നമുക്കത് കിട്ടാൻ സാധ്യത ഉണ്ടെങ്കിൽ ഉണ്ടാവും, ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടില്ല. എല്ലാം തട്ടിപ്പും വെട്ടിപ്പുമാണ്, അല്ലെ? അപ്പൊ നമ്മൾക്ക് വ്യക്തമായിട്ട് ഒരു ധാരണ വേണം. നമ്മൾ ഭൗതികമായ കാര്യങ്ങൾക്ക് ഒരു 10% പോലും നമുക്ക് ധാരണയില്ല. പിന്നെ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നമുക്ക് വ്യക്തത ഉണ്ടാവുന്നത്, അല്ലെ? അപ്പൊ നമ്മൾ പോകുന്ന വഴികളൊക്കെ അപകടങ്ങളാണെന്ന് ദൈവത്തിനറിയാം. നമ്മളിൽ പല ബലഹീനതകളുണ്ടെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ടാണ് നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ സ്വർഗത്തിന്റെ സഹായം നിന്നോടൊപ്പമുണ്ട്. പക്ഷെ എന്തിലായിരിക്കണം നമ്മള്? ഇതിലായിരിക്കണം, ദൈവത്തോടൊപ്പമായി. ദൈവത്തിന്റെ കൂടാരത്തിൽ ഇരിക്കണം, അല്ലെ? ദൈവത്തിന്റെ കൂടാരത്തിൽ, അതായത് അത്യുന്നതന്റെ കൂടാരത്തിൽ വസിക്കണം, അല്ലെ? നമ്മൾ ഈ സങ്കീർത്തനം 91 എല്ലാ വചനങ്ങളും എന്തിലേക്കാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്? സംരക്ഷണം, കർത്താവിന്റെ സംരക്ഷണമല്ലേ? അതല്ല, അയ്യോ, 1-ാമത്തെ വചനത്തിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. വെറുതെ ഒരു സംരക്ഷണം നമുക്ക് കിട്ടില്ല, അല്ലെ? ലോട്ടറി എടുക്കാതെ ലോട്ടറി അടിക്കണമെന്ന് ആരെങ്കിലും ആഗ്രഹിക്കുമോ? ഇല്ല. എന്ന പോലെയാണ് ദൈവത്തിൽ ആശ്രയിക്കാതെ ദൈവത്തിന്റെ സംരക്ഷണം കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ? അപ്പൊ നമ്മള് മനസ്സിലാക്കണം, ദൈവം നമ്മളെ സഹായിക്കും. നമ്മള് ആശ്രയിക്കണം, നല്ല വിശ്വാസത്തോടുകൂടെ നമ്മൾ ആയിരിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തട്ടും മുട്ടൊക്കെ കിട്ടാം. പക്ഷേ ദൈവത്തിന്റെ ഉത്തരവാദിത്വം നമ്മൾ അറിയണം. നമ്മൾക്ക് ദൈവത്തോട് ചോദിക്കാം, കർത്താവേ, ഞാൻ അങ്ങയെ ആശ്രയിച്ചിട്ട് എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന്. കർത്താവ് ഈശോ തന്നെ പറയും, പിതാവ് ദൈവമേ, എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിക്കുന്നില്ല അപ്പനോട്, അല്ലേ? ഈ പിതൃസ്നേഹം നമുക്കും ഉണ്ടെങ്കിൽ നമുക്കും അങ്ങനെ ചോദിക്കാനുള്ള അവകാശമുണ്ട്, അല്ലെ? ദൈവത്തിൻ്റെതായ പദ്ധതിയുണ്ട്. അതുകൊണ്ടാണ് ഈശോ അതുപോലെ സഹിച്ചു കടന്നു പോയത്. അപ്പൊ ഒരു മാനുഷികമായ അവസ്ഥയില് അത്ര ദയനീയ അവസ്ഥയിലാണ് നമ്മൾ സഹിച്ച പോലെ ഒന്നുമല്ല ഈശോ സഹിച്ചത്. നമുക്ക് ഈശോയുടെ സഹനം ധ്യാനിച്ചാൽ നമ്മൾ ഹൃദയം പൊട്ടിച്ചത്തുപോകും. അതുപോലെയുള്ള സഹനങ്ങളാണ്. പക്ഷെ നമ്മള് അതിലേക്ക് നോക്കുന്നില്ല. നമ്മൾ ഈശോ നമ്മുടെ വീട്ടില്
ഈശോയുടെ കുരിശിന്റെ രൂപമൊക്കെ കാണുമ്പോൾ നമുക്ക് വല്ല വിഷമവും വേദനയോ തോന്നാറുണ്ടോ? ഏഹ് ഇല്ല. ഇല്ല. അത്ര വലിയ അതെന്തോ കുരിശ് രൂപത്തില് ഈശോ കിടക്കുന്ന ഈശോയെ കാണുമ്പോൾ നമുക്ക് എന്ത് തോന്നാനാ? സ്ഥിരമായിട്ട് കാണുന്നോണ്ടൊന്നും തോന്നാറില്ല, അല്ലെ? അല്ലെ? അതെ. പക്ഷെ ആ പക്ഷെ കിടപ്പെന്ന് അതിന്റെ പറഞ്ഞാ മുന്നിൽ നിന്ന് ഒരു വിഷമതകൾ വരുമ്പോ മുന്നിൽ നിന്ന് ധ്യാനിക്കുമ്പോ നമുക്ക് നമ്മുടെ വിഷമങ്ങൾ വരുമ്പോ അല്ലാതെ ആ, നമുക്ക് ദൈവത്തിന്റെ വിഷമത്തിന് വേണ്ടി കുറച്ചു നേരം നമ്മൾ ഇരിക്കാറില്ല, അല്ലെ? ഈശോയുടെ അതെ വിഷമത്തിനോട് ഐക്യപ്പെടാതെ നമുക്കൊരു വിഷമം വരുമ്പോ നമ്മൾ അത് അതെന്താ, അത് നമ്മുടെ സെൽഫിഷ് ആയിട്ടുള്ള ഒരു ആവശ്യമാണ്, നമ്മുടെ അതെ വ്യക്തിപരമായിട്ടുള്ള ഒരു ആവശ്യമാണ്, നമ്മുടെ ആഗ്രഹവുമായിട്ട് വന്നിരിക്കുന്ന ഒരു ആവശ്യമാണ്. അല്ലാതെ ഈശോയുടെ വേദനയോട് ആ, ആ, ഐക്യപ്പെടാനായിട്ട് ഇപ്പൊ നോമ്പുകാലമൊക്കെ തന്നെയാണ് നമുക്ക് ആരാധനാ സ്ഥലങ്ങളിലൊക്കെ പോയിരിക്കുമ്പോ ഞാനിപ്പോ ഈ കഴിഞ്ഞ ദിവസമൊക്കെ കരുണയുടെ ചിത്രം മാറ്റിയിട്ട് ഈശോയുടെ അതിദാരുണമായ കരുണയുടെ ജപമാലയില് കുരിശില് ഇടുന്നതിന്റെ കാര്യം കുറച്ചും കൂടി വേദനയോടുകൂടെ നമുക്ക് പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കയ്യിലിരിക്കുന്ന കുരിശ് രൂപത്തില് അല്ലെങ്കിൽ പിക്ചറുകളില് ഈശോയുടെ രക്തം എന്ന് പറഞ്ഞാൽ ആകെ പൊടിഞ്ഞിരിക്കുന്നത് കയ്യിലും കാലിലും തിരുവിലാവിലും മാത്രമേ ഉള്ളൂ, അല്ലേ? അല്ലേ? അതെ പക്ഷെ അങ്ങനെയല്ലല്ലോ നമുക്ക് വ്യക്തമായിട്ട് അറിയാം, അല്ലേ? അതെ ആ അതെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തകർന്നു പോകും, അല്ലെ? അപ്പോ ദൈവം എല്ലായിടത്തും നമ്മൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ നമ്മൾക്ക് ദൈവത്തിന്റെ സ്നേഹത്തില് ചേർന്നിരിക്കുവാൻ ദൈവം നമ്മളെ ഭയപ്പെടുത്താതെ നമ്മളെ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ്, അല്ലെ? ഇപ്പൊ തിരുവോസ്തി നമുക്ക് ഈശോയുടെ യഥാർത്ഥ മാംസമായി എല്ലാവരും അനുഭവിക്കുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ല ഭയവും ഭക്തിയും വിശ്വാസവും ഒക്കെ ഉണ്ടായാന്, അല്ലേ? ഉണ്ടാവോ? അതെ പക്ഷെ അത് ആ എന്തുകൊണ്ടാണ്? ഓരോരുത്തരും അത് വിശ്വാസം വഴിയാണ്, കൃപയാല് നമ്മള് ഈ ഒരു ഈ ഒരു ആനന്ദത്തിലേക്ക് പ്രവേശിക്കേണ്ടത്, രക്ഷപ്പെടേണ്ടത്, അല്ലെ? നിത്യാനന്ദത്തിലേക്ക് നമ്മൾ വിശ്വസിക്കണം. നമ്മള് ഈശോ അനുഭവിക്കും. ഞാന് ഒരിക്കല് ഇങ്ങനെ കുർബാന സ്വീകരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ അതിന് മുമ്പ് പ്രാർത്ഥിച്ചു. ഞാനന്ന് അത്ര വലിയ ധ്യാനോ അങ്ങനെ വലിയ ആത്മീയതയൊന്നും ഇല്ല. ഞാനിങ്ങനെ ഒരു ധ്യാനം കൂടി കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും എനിക്കിങ്ങനെ ഒരു തോന്നൽ തോന്നി, ഞാൻ കുർബാന സ്വീകരിക്കണം, ഞാൻ ഈശോയെ അങ്ങ് മോശയുടെ മുമ്പിൽ വന്ന ഈശോ തന്നെയാണോ ഇപ്പൊ ഞാൻ സ്വീകരിക്കുന്ന ഈശോ? എനിക്ക് അങ്ങനെ ഞാൻ എന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചു. അപ്പൊ ഈശോ ഉടനെ തന്നെ എന്റെ ശരീരത്തില് അതിന്റെ ഒരു അടയാളം തന്നു. എനിക്ക് ഭയങ്കര ചൂടും ഒരു പ്രത്യേക അവസ്ഥയിൽ കൂടി കടന്നു. പിന്നെ ഞാൻ കരയാൻ തുടങ്ങി. എനിക്ക് സങ്കടമൊന്നുമില്ല. ഞാനിങ്ങനെ ചോദിച്ചു, ഞാൻ ഇന്ന് കരയോ? ഞാനൊരു ക്വസ്റ്റ്യനാ ചോദിച്ചേക്കണം കർത്താവിനോട്. മോശയുടെ ജീവിതത്തില് മോശ നേരിട്ട് കണ്ട ഈശോ തന്നെയാണോ ഇപ്പൊ ഞാൻ ശരിക്കുന്ന ദിവ്യകാരുണ്യത്തില് വന്നിട്ടുള്ളത് എന്ന് ഞാനിങ്ങനെ ചോദിച്ചു. അപ്പൊ തന്നെ എന്റെ കണ്ണിന് കുളൂടാ വിള. പക്ഷെ എനിക്ക് ഹൃദയത്തിൽ സങ്കടമൊന്നുമില്ല, പക്ഷെ കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള മറുപടി ആയിട്ടാണ് എനിക്ക് മനസ്സിലായത്. അതുപോലെ ശരീരം ഭയങ്കരമായിട്ട് ചൂടായി എന്നുള്ളൊരു അനുഭവം. അപ്പം നമ്മളെ സഹായിക്കാൻ ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാൻ കാത്തിരിക്കുകയാണ് ഉത്തരം തരാനായിട്ട്. പക്ഷെ നമ്മൾ ചോദിക്കുന്നത് ചങ്കീന്ന് ചോദിക്കണം, അല്ലെ? നമ്മളൊരു ആർട്ടിഫിഷ്യലായിട്ട് നമ്മളിപ്പോ എന്താ എല്ലാം നമ്മള് ആചാരങ്ങളുടെ അനുഷ്ഠാനങ്ങളുടെയും പുറമേനിയില് നമ്മൾ ഈശോയെ സ്നേഹിക്കാൻ പോയ പിശാചിനെയാണത് നമ്മൾ സ്നേഹിക്കുന്നത്, അല്ലെ? ശരിക്കും പറഞ്ഞപ്പോ ഞാൻ ഇന്നൊരു 2 ഫ്യൂണറൽ മാസം ഉണ്ടായിരുന്നു. ഫ്യൂണറൽ അല്ല, ലേറ്റ് മാസം ഉണ്ടായിരുന്നു. രണ്ടു പേരുടെയും കുറെ ആൾക്കാരുണ്ടായിരുന്നു. ഞാൻ മനസ്സിൽ വിചാരിച്ചു, ഇവർക്കൊരു ഗെറ്റ് ടുഗദർ വെക്കുന്ന പോലെയാണ് ഈ കുർബാന. ആളുകളും ബന്ധുക്കളും എല്ലാവരും വന്നു കൂടി ആ സമയങ്ങളില് എല്ലാവരുടെയും സ്നേഹ സംസാരവും സംഭാഷണവും ഒത്തുചേരലിന് വേണ്ടി. പക്ഷെ യഥാർത്ഥത്തിൽ പേര് വെച്ചിരിക്കുന്നത് ഈ ഒരാളുടെ 50ാമത്തെ വാർഷികം വരുന്ന ഒരാളുടെ 2-3 വർഷം അങ്ങനെ കണ്ടിട്ട് 2 കുർബാനക്ക് ആളുകളുണ്ടായിരുന്നു. അപ്പോ യഥാർത്ഥത്തിൽ ഈശോയുടെ മുമ്പിൽ ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ച ആരെങ്കിലും ഉണ്ടാവും എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അവരുടെ നിപ്പും പട്ടും ഭാവവും കണ്ടിട്ട് അങ്ങനെ തോന്നിയേ ഇല്ല. പിന്നെ എന്റെ തോന്നല് കർത്താവിന് അങ്ങനെ അല്ലേ, നമ്മൾ ആരും വിധിക്കാനല്ല, എങ്കിലും നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഒരാൾക്ക് വേണ്ടി നമ്മൾ കുർബാന അർപ്പിക്കുകയാണ്. അപ്പോ ആ വ്യക്തിയുടെ ആത്മാവ് രക്ഷപ്പെടാൻ വേണ്ടി ഉള്ള ചിന്തയോടല്ലാതെ നമ്മൾ ആ കുർബാനയും അത് കഴിഞ്ഞിട്ടുള്ള പരിപാടിയും അത് കഴിഞ്ഞിട്ടുള്ള എന്ത് കാര്യവും ചെയ്യുമ്പോഴും നമ്മുടെ അധ്വാനം ഉപകാരപ്പെട്ടോ എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യരുത്. അതുകൊണ്ട് ഒരു ഉപകാരമില്ലെന്ന് മാത്രമല്ല, ഉപകാരമില്ലെങ്കിൽ എന്ത് പറ്റും? ഉപകാരമില്ലെങ്കിൽ എന്താ ചിന്തുന്നേ?
നമ്മൾ ചെയ്യുന്ന ഉപകാരം എന്ന് വിചാരിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഉപകാരപ്പെട്ടില്ല. അപ്പൊ എന്ത് സംഭവിക്കും? അത് അത് ഉപദ്രവമായി മാറും. ഉപദ്രവമായി മാറും. അല്ലേ? അതെ അതെ ആത്മാവിന് കൂടുതൽ വേദനിക്കാനുള്ള ഒരു ഉപദ്രവമായി മാറും. അപ്പൊ നമ്മള് ചെയ്യുമ്പോ നമുക്ക് ഉദ്ദേശ ലക്ഷ്യം വേണം. നമുക്ക് ആരെ പറഞ്ഞു പഠിപ്പിക്കാനും പറ്റൂല. അതുപോലെ പ്രായമായി പള്ളിയുടെ അകത്തിരുന്ന് കുർബാന കൂടാൻ വന്നിരിക്കുമ്പോ വർത്താനം പറയാം, കുർബാന കഴിയുന്നവരും വർത്താനം. ഈ ആൾക്കാരൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കുക? എനിക്കറിയില്ല. കാരണം പ്രായം കൂടുന്തോറും എന്താ ലൈസൻസ് കിട്ടിയ പോലെയാണ് അവര്. ഇല്ല, ഓരോരുത്തരും അല്ലെ, ഫൗണ്ടേഷൻ ഇല്ലാത്തതിന്റെ ഒരു അടയാളമാണ് അല്ലെ. നമ്മൊരു ക്രിസ്തീയതയ്ക്ക് ഒരു ഫൗണ്ടേഷൻ ഉണ്ട്. ക്രിസ്തുവിൽ ഒരു തറക്കല്ല് നമ്മൾ പണിതിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാം രജിസ്ട്രേഷൻ മാത്രം നടത്തിയിട്ടുണ്ട്. ഇതില് പള്ളിയിലെ രജിസ്റ്റർ ബുക്കിൽ രജിസ്ട്രേഷൻ വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അല്ലെ? സംഭവിച്ചിട്ടുണ്ടോ? ഇല്ല ഒന്നും സംഭവിക്കാതിരിക്കുന്നത് എന്താണ്? കൂടുതൽ ഉപദ്രവത്തിന് കാരണം. അതുകൊണ്ടാണ് ഈശോ പറയുന്നത് വാദം കല്ലിൽ തട്ടാതിരിക്കുക. അതായത് വാദം എപ്പോഴും പാപത്തിനോട് ഒരുപാട് കൂറുള്ളതാണ് നമ്മുടെ ജീവിതം, ആത്മാവ്, ശരീരം എല്ലാം. അപ്പോ ഇത് തിരിച്ചറിയണം. നമുക്ക് മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കാം. അമനാവഞ്ചം വായിക്കട്ടോ. അവയും വായിക്കട്ടെ. വായിക്കാം. വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 55 വരെയുള്ള തിരുവചനങ്ങൾ. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയ വിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്നും മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് സ്തുതിക്കാം. പരിശുദ്ധമ്മ പറയണ, എന്റെ ഹൃദയം എവിടെയാണ് ആനന്ദിക്കുന്നത്? ദൈവത്തിൽ ആനന്ദിക്കുന്നവനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ആർക്കാണ്? ദൈവത്തിന് മാത്രമാണ്. നമ്മളെ സ്വാധീനിക്കുന്ന ഈ ഭൂമിയിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോ ഭാര്യയാണെങ്കിൽ ഭർത്താവ് ഉണ്ടാവും, ഭർത്താവാണെങ്കിൽ ഭാര്യ ഉണ്ടാവും, മക്കളുണ്ടാവും, സഹോദരങ്ങളുണ്ടാവും, ഇവരെല്ലാവരും ഉണ്ടാവും. പക്ഷെ എന്ത് സംഭവിക്കും? ഇവർക്കൊക്കെ ഒരു പരിമിതിയുണ്ട്. അല്ലേ? ഇവർക്കൊന്ന് സഹായിക്കാൻ ഒരു രേഖയുണ്ട്. ഒരു രേഖ, ലക്ഷ്മണ രേഖ എന്ന് പറയും ചിലപ്പോ. ആ രേഖ വിട്ട് അപ്പുറത്തേക്കൊന്നും കടന്നു വരാൻ പറ്റില്ല. ഇല്ല, ഇപ്പൊ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കിയാ, നമ്മൾ മരിക്കുകയാണെന്ന്, ഇന്ന് മരിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഹൃദയത്തിൽ എത്ര ദിവസം ആ വ്യക്തിയുടെ ആത്മാവിന്റെ സാന്നിധ്യത്തിന്റെ ആ ഒരു ഇതിലുണ്ടാവും? ഒരു വേദന, ഒരു വിങ്ങൽ എത്ര ദിവസം ഉണ്ടാവും? സത്യം പറയണം. കൂടിപ്പോയാൽ 1 വർഷം. കൂടിപ്പോയാൽ അല്ലെ, നമ്മുടെ കൂടെ 10-60 വർഷം ജീവിച്ചിട്ട് കൂടിപ്പോയാൽ 1 വർഷം ഉണ്ടാവുന്ന പറഞ്ഞാൽ ശരിക്കും എന്താണല്ലേ? എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെ ഉള്ളു. ഈശോ പറയുന്നുണ്ട് വചനത്തില് 7 ദിവസം വരെ വേദനിച്ചാൽ മതി എന്ന്, കരഞ്ഞാൽ മതി, പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറയണത് അല്ലെ. അപ്പോ നമ്മള് ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാള് സ്വർഗത്തിൽ പോയി നമ്മൾ അറിഞ്ഞു, നമുക്ക് എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവും അല്ലെ? റെക്കമെൻഡ് ചെയ്യാൻ ഒരാൾ അവിടെ ഉണ്ടല്ലോ എന്ന്, അല്ലെ? അല്ലെ? പക്ഷെ നമ്മൾ ഈ ആത്മാവിനെ അവിടെ എത്തിക്കാൻ വേണ്ടി നമ്മൾ അധ്വാനിച്ചിട്ടില്ലെങ്കിലോ നമുക്ക് ഈ അറിവ് ഉണ്ടാവില്ല, ആനന്ദം ഉണ്ടാവില്ല. പോയവര് പോയി, നിൽക്കുന്നവരെ ഇനി വേറെ ജീവിക്കട്ടെ എന്നുള്ളൊരു നിലപാടില് നിന്ന് പോകും. അല്ലെ? നമുക്ക് അറിവില്ല. ശരിക്കും പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിവില്ല. മറിച്ച് ഞാൻ പള്ളിയുടെ അടുത്തും അതുപോലെ ഈ മരണത്തിന്റെ കുർബാന, ഞാൻ ഇങ്ങനെ ആലോചിച്ച് പ്രാർത്ഥിച്ചായിരുന്നു.
ഈശോയെ ഈ ഫ്യൂണറൽ മരിച്ചവരുടെ കുർബാനക്കും ഒക്കെ പാടാൻ എന്നെ വിളിക്കാൻ പറയുമായിരുന്നു. ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഇപ്പൊ അത് എനിക്ക് ഒരു എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മള് ഇപ്പൊ ശരിക്കും പറഞ്ഞ ഒരു മരണം യഥാർത്ഥത്തില് നമ്മളോട് എന്താ പറയണത്? ഒരു മരണം നമ്മളോട് യഥാർത്ഥത്തിൽ എന്താ പറയണത്? ഒന്നും പറയണില്ലേ? മരിച്ചവരുടെ പ്രാർത്ഥനക്കൊക്കെ നമ്മൾ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കും. അപ്പൊ നാളെ നമുക്ക് നമ്മളെ സ്വാഗതം ചെയ്യുന്ന മരണത്തെ നമ്മള് പ്രിപ്പറേഷൻ നടത്തണം എന്നുകൂടി ആ മരിച്ച ദിവസത്തില് ആ വ്യക്തിയുടെ ആത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അറിയാതെ അറിഞ്ഞും ഒക്കെ അല്ലേ? ഇല്ലാന്നുണ്ടെങ്കിൽ എന്താ പറ്റും? അല്ല, ഒരു പഴുത്തല വീഴുമ്പോ പച്ചല എന്ന് ചിരിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. കാരണം എന്താണ്? നാളെ ഈ പച്ചലയും പഴുത്ത് വീഴാൻ സാധ്യതകൾ മാത്രമാണുള്ളത് അല്ലെ? പച്ചല അങ്ങനെ തന്നെ നിൽക്കില്ല അല്ലേ? അപ്പോ നമ്മൾ എന്ത് വേണം? ഈ നമ്മള് ജീവിച്ചിരിക്കുമ്പോ നമ്മള് പോകുമ്പോ നമ്മുടെ കയ്യില് എന്തെങ്കിലും കൊണ്ടുപോകാൻ പറ്റും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒന്നുമില്ലല്ലോ. പെട്ടി വാങ്ങിച്ചു, ഫ്ലവർ. ചിലവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഫ്ലവറൊക്കെ കുറച്ചേ വെക്കുള്ളൂ. ചിലവര് ഭയങ്കര കാശ് പോലെയാണ്. ഇതൊക്കെ വെച്ച് അതൊരു പുറമേ കാണിക്കുന്ന ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ കൈപ്പറ്റിയിരിക്കുന്ന പണത്തിന്റെ സ്വാധീനം പോലെയൊക്കെ ഇരിക്കും, അല്ലെങ്കിൽ സ്നേഹത്തിന്റെ സ്വാധീനം പോലെയൊക്കെ ഇരിക്കും ഫ്ലവർ അറേഞ്ച്മെന്റും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ? ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി മരിച്ചു. അന്നേരം ഞാൻ നോക്കിയപ്പോ അവർക്ക് അത്യാവശ്യം ഒക്കെ പൂവൊക്കെ വെക്കാം, പക്ഷെ അതില് വലിയ ഫ്ലവറൊന്നും ഉണ്ടായില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് ഇങ്ങനെ? ചെറിയ രോഗിയായിട്ട് കിടപ്പൊക്കെ ആയിരുന്നു തോന്നുന്നു. പക്ഷെ നമ്മള് അന്നേരം ഒക്കെ പറഞ്ഞു വിടും. നമ്മുടെ സ്നേഹത്തിന്റെ പ്രവൃത്തിയാണ് അവരുടെ അവസാനത്തെ അല്ലെ? അവര് ഭൂമിയിൽ ജീവിച്ച് ഈ ഭൂമിയിൽ നിന്നും ആ ശരീരമായിട്ട് മറിയപ്പെടുന്ന സമയങ്ങളാണത് അല്ലെ? ലാസ്റ്റ് നല്ല ഒരുക്കത്തോടെയൊക്കെ പറഞ്ഞു വിടാനായിട്ട് നമ്മൾ കൊടുക്കണം. അതായത് ആ ഡെഡ് ബോഡിയോട് കാണിക്കുന്ന ഒരു ബഹുമാനമാണ്. കാരണം നമ്മൾ നാളെ മരിക്കും. നമ്മളെ ബഹുമാനിക്കാനായിട്ട് ആരെങ്കിലുമൊക്കെ വേണ്ടേ അല്ലെ? തോബിത്ത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു അധ്വാനമായിരുന്നു. അതായത് നീചമായി കൊന്നുകളയുന്ന ദുഷ്ടരാജാവിന്റെ നീചത്വം മൂലം തല വെട്ടിക്കളയുന്ന ഒരുപാട് ശവശരീരങ്ങള് അതെടുത്താൽ പോലും എടുക്കുന്നവനെ തട്ടിക്കളയുന്ന ഒരു രാജഭരണമായിരുന്നു അന്ന്. പക്ഷെ തോബിത്ത് എന്ത് ചെയ്തു? ആരും കാണാതെ ഈ ശവശരീരങ്ങൾ മറവ് ചെയ്യുമായിരുന്നു. പക്ഷെ പലരും ഭീഷണിപ്പെടുത്തുമായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് രാജ്യം വിട്ടു. പിന്നെ വേറെ സ്ഥലത്ത് പോയി താമസിച്ചിട്ടും ഇതേ കാര്യം തന്നെ ചെയ്തിരുന്നു. അങ്ങനെ വളരെ ക്ഷീണിതനായി വിശന്നലഞ്ഞ് ഒരു ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞ ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ വിളമ്പി വെച്ചിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാള് മരിച്ചു കിടക്കുന്നത്. അപ്പോൾ വളരെ പ്രിയപ്പെട്ട ഭക്ഷണമൊക്കെ ആയിരുന്നു. പക്ഷെ ഈ വാർത്ത കേട്ടപ്പോൾ തന്നെ വിശന്ന് പൊരിഞ്ഞിരുന്ന തോബിത്ത് ഓടി ആ ശവശരീരത്തെ മറവ് ചെയ്തു. അതിനുശേഷം അറിയാലോ, നിങ്ങൾക്ക് എല്ലാവർക്കും കഥ അറിയാവുന്നതല്ലേ. പക്ഷെ എനിക്ക് ഭയങ്കര അത്ഭുതം എന്ന് പറഞ്ഞാല് സ്വർഗത്തിന്റെ പ്രമുഖനായ മാലാഖ തന്നെ വന്നാണ് ഈ തോബിത്തിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ചത് അല്ലെ? ആരാ വന്നത്? റഫായേൽ മാലാഖ അല്ലെ? എത്രയും പ്രയോറിറ്റി. അതുകൊണ്ടാണ് ഈശോ സങ്കീർത്തനം പറയുന്നത്, പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവിടുന്ന് തന്റെ ദൂതരെ അല്ലെ? ദൂതരെന്ന് പറഞ്ഞാല് ഏറ്റവും അവസാനമല്ലേ അറിഞ്ഞത് ദൂതരാണെന്ന്. ഞാൻ സ്വർഗത്തിൽ നിന്ന് വന്ന മുഖ്യ മാലാഖമാരില് ഒരു മാലാഖയാണ് എന്ന് പറഞ്ഞ് എന്താണ് അത്? നിങ്ങള് അതിന് പ്രത്യേകം പറയുന്നുണ്ട്, എന്റെ ഔദാര്യമല്ല, ദൈവത്തിന്റെ കരുണയാണ്. നിങ്ങൾ ദൈവത്തെ ഓർത്ത് സന്തോഷിക്കുവിൻ, ആനന്ദിക്കുവിൻ എന്നാണ് പറയുന്നത് അല്ലേ? ആണോ? അത് എനിക്ക് ഓർമ്മയില്ല. വചനഭാഗം തോബിത്തിന്റെ പുസ്തകത്തിൽ എടുത്ത് നോക്കിയാൽ വായിച്ചറിയാൻ പറ്റും. അപ്പോ ഈശോയിൽ ആനന്ദിച്ച് ആണ് ആ അധ്വാനങ്ങളൊക്കെ തോബിത്ത് ചെയ്തത്. അതായത് ജീവന് നേരെ പോലും ഭീഷണി ഉണ്ടായിട്ട് പോലും വകവെക്കാതെ പിന്നെ അത്രയും ഞാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ആ ഒരു വ്യക്തി അത്രയും നന്മ ഒരു പ്രവൃത്തി ചെയ്തിട്ട് വിശന്ന് പൊരിഞ്ഞ് ജോലി ചെയ്ത് വിഷമിച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കുളിച്ചൊരുങ്ങി വന്നിരുന്ന്
ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയ്യില് ഭക്ഷണം എടുത്തപ്പോഴേക്കും തന്നെ ഇങ്ങനെ സംഭവിച്ചു. പക്ഷെ ഒരു നിമിഷം പോലും കളയാതെ ഉടനെ ഓടി ആ ഡെഡ് ബോഡിയെ മറവ് ചെയ്തു. ഇരുട്ടി തിരിച്ചു വന്നതിന്റെ ക്ഷീണവും വിശപ്പും ഒക്കെ കൊണ്ട് തളർന്നൊടിഞ്ഞ് അകത്തോട്ട് കയറാൻ പറ്റില്ലല്ലോ, കാരണം അശുദ്ധമാണ്. ഡെഡ് ബോഡിയെ മറവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുളിച്ച് വൃത്തിയായിട്ടൊക്കെ അകത്തോട്ട് കയറാൻ പാടില്ല. അപ്പൊ പുറത്ത് തന്നെ കിടന്ന ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയപ്പോ എന്ത് സംഭവിച്ചു? കുരുവി വന്ന് വേറെ എന്തോരം സ്ഥലങ്ങളുണ്ട് ശരീരത്തിൽ, കണ്ണിൽ തന്നെ കാഷ്ടിച്ചു. അല്ലെ? ദൈവം കൊടുത്തൊരു കൂലിയാണോ എന്ന് പോലും നമ്മൾ ഓർത്ത് ചിന്തിക്കും. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരുപാട് നന്മകൾ ചെയ്യുമ്പോൾ ഭയങ്കരമായ സങ്കടങ്ങൾ വരുത്തുന്ന അനുഭവങ്ങളും സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. അപ്പൊ നമ്മളും ഇതുപോലെ ചിന്തിക്കും, ദൈവമേ, ഞാൻ ദൈവത്തിന് വേണ്ടി ഇത്രയും ഉറച്ച വിശ്വാസത്തോടും നിലപാടോടും ഒക്കെ നിന്നിട്ട് ഞാൻ എന്തോരം വേദനിക്കുന്നു, എത്ര മാത്രമേ ഇപ്പോ ഈ ഈശോയെ ഓർക്കുക, മറിയത്തെ ഓർക്കുക, പഴയ നിയമത്തിൽ തോബിത്തിനെ ഓർക്കുക, അങ്ങനെ ഓർക്കാൻ പറ്റിയ കുറെ ആൾക്കാരുണ്ട് നമുക്ക്, അല്ലേ? ഇല്ലേ? ഓർക്കാത്തത് കൊണ്ടാണ് നമ്മുടെ സഹനങ്ങള് ബലൂൺ വീർക്കുന്ന പോലെ നമ്മള് വീർത്ത് അവസാനം നമ്മുടെ ഹൃദയം പൊട്ടിയ വേദനയുമായി നമ്മൾ ജീവിക്കേണ്ടത്. നമുക്ക് മുമ്പേ പോയ ദൂര സഹനങ്ങളും സങ്കടങ്ങളുമാണ് നമുക്ക് വലിയ മാതൃകയോടെ പ്രത്യാശയുടെ അനുഗ്രഹത്തിന്റെ മുമ്പില് ഈശോയുടെ കൂടെ ജീവിക്കുന്നത്, അല്ലെ? അപ്പൊ നമുക്ക് ഈ മറിയം എപ്പോഴും സന്തോഷിച്ചത് എന്തിലാണ്? ദൈവത്തിലായതുകൊണ്ടാണ്, അല്ലെ? ദൈവത്തിലല്ലാതെ മറ്റെന്തിനെങ്കിലും സന്തോഷിച്ചല്ലേ നമുക്ക് ഈ ലോകത്തിന്റെ വേദനകളില് ഭീകരമായ രോഗിയാണെങ്കിൽ ആക്സിഡന്റ് വരും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ, അതായത് പ്രാർത്ഥിക്കുന്നവരിൽ കൂടുതൽ പീഡനങ്ങള്, സങ്കടങ്ങള്, വേദനകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളുടെ ആത്മാവ് സ്വതന്ത്രമാണെങ്കിൽ നമ്മൾ പേടിക്കാനില്ല. നമ്മുടെ ആത്മാവ്, ഞാനിപ്പോ വീട്ടില് എന്തൊക്കെയൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും ഞാൻ അടുത്തേക്ക് കർത്താവിന്റെ ഉത്തരവാദിത്വമല്ല അതൊക്കെ സഹായിക്കും. ഞാൻ അതുപോലെ ആയിരിക്കണം, അല്ലെ? ദൈവത്തോടു കൂടെ ഞാൻ ആയിരിക്കണം. അല്ലാതെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ പിശാച്, നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യും, പക്ഷെ പിശാച് നമ്മളെ വലിച്ച് താഴത്തോട്ടിടും, അല്ലെ? സാത്താന്റെ മുമ്പില് ഒരു കളി നടക്കില്ല. ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ എന്തെല്ലാം പറ്റിക്കല് കാണിച്ചാലും കർത്താവ് എന്ത് ചെയ്യും? നല്ല പിതാവായതുകൊണ്ട് ദൈവം കരുണ കാണിക്കും. പക്ഷെ പിശാച് അങ്ങനെയല്ല. പിശാച് നന്നായിട്ട് നമ്മളെ മുതലെടുക്കും. നമുക്ക് ഈശോ നൽകുന്ന തിരുവചന ഭാഗം നിയമാവർത്തനം 30-ാം അധ്യായത്തില് 20-ാമത്തെ തിരുവചനമാണ്. നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടത്തോട് ചേർന്ന് നിൽക്കുക. സിമ്പിൾ അല്ലേ? സിമ്പിൾ ആണോ? വായിക്കാനൊക്കെ സിമ്പിളാണ്, പക്ഷെ ജീവിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്, അല്ലേ? വായിക്കാനൊക്കെ എല്ലാ വചനവും വായിക്കാൻ നല്ല രസമാണ്, സുഖമാണ്, സന്തോഷമൊക്കെ തരും. പക്ഷെ ഈ ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, അല്ലേ? ആണോ? ദൈവത്തെ അനുസരിക്കാൻ അത്ര എളുപ്പമല്ല. കാരണം എന്താ? നമ്മളെ തന്നെ എളിമപ്പെടുത്തണം. ദൈവത്തെ അനുസരിക്കുക എന്ന് പറഞ്ഞാല് നമ്മുടെ ഉള്ളിലിരിക്കുന്ന പലതും നഷ്ടപ്പെടുത്തണം. ഇല്ലാതെ നമുക്ക് ഒരിക്കലും ദൈവത്തെ അനുസരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദൈവത്തെ അനുസരിക്കുന്നില്ല എന്ന് നമ്മുടെ ജീവിതം തന്നെ പിശാച് ചൂണ്ടിക്കാണിക്കുന്നത്. അത് ചെയ്തു, ഇത് ചെയ്തു, അതുകൊണ്ടാണ് നമ്മൾ പാപികളാണ് എന്നുള്ള ഒരു ചിന്ത നമ്മളെപ്പോഴും അലട്ടുന്നത്, അല്ലെ? നമ്മൾ ദൈവത്തെ അനുസരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല, പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ദൈവത്തെ അനുസരിക്കുന്നു എന്നുള്ളത് നല്ല ഉറപ്പ് നമുക്കുണ്ടെങ്കിൽ നമ്മൾ എന്തിനാ നാട്ടുകാരെ, വീട്ടുകാരെ, അല്ലെ, ലോകരെയൊക്കെ പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് നല്ല ഉറപ്പുണ്ട്, എന്റെ ഭാഗത്ത് നിന്ന് വരുന്ന വീഴ്ചകൾ എന്താണ്, ഞാനതപ്പം തന്നെ അതിനെ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ, എന്നപ്പം തന്നെ അതിനെ ഏറ്റു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതിന് പരിഹാരം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ദൈവസ്നേഹം വേണം. അതല്ലേ എന്ന് പറഞ്ഞത്? എന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടത്തോട് ചേർന്ന് നിൽക്കുക. ഞാൻ ഈ വചനഭാഗം മുഴുവനും വായിക്കാം. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, നിയമാവർത്തന പുസ്തകത്തിന്റെ ജീവനോ മരണമോ തിരഞ്ഞെടുക്കുക എന്നുള്ള വചനഭാഗത്തിന്റെ അതിൽ നിന്നുള്ളൊരു വചനഭാഗമാണ് നിയമാവർത്തന പുസ്തകം 30-ാമത്തെ അധ്യായത്തില്
19 വചനം എങ്ങനെയാണ്? ജീവനും മരണവും അനുഗ്രഹവും ശാപവും ഞാൻ നിന്റെ മുമ്പിൽ വച്ചിരിക്കുന്നു എന്നതിന് ആകാശത്തെയും ഭൂമിയെയും ഞാൻ ഇന്ന് നിനക്കെതിരായി സാക്ഷിയാക്കുന്നു. നീയും നിന്റെ സന്തതികളും ജീവിക്കേണ്ടതിന് എന്താ പറയണത്? ജീവൻ തിരഞ്ഞെടുക്കുക. ജീവൻ തിരഞ്ഞെടുക്കുക. അപ്പൊ ദൈവത്തിന് എന്താ ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കുക എന്നുള്ളത് ദൈവത്തിന് വിട്ടുതരാം. പക്ഷെ ഈശോ ഒരു പ്രത്യേകമായൊരു മുന്നറിയിപ്പും കൂടി തരുന്നുണ്ട്. എന്താ? മക്കളെ ജീവൻ തിരഞ്ഞെടുക്കുക. ജീവൻ എന്ന് പറഞ്ഞാൽ എന്താ? മരിച്ചാലും ജീവിക്കാൻ സാധിക്കുന്ന ആ ജീവനാണ് തിരഞ്ഞെടുക്കാനായിട്ട് പറയണത്. എന്തിനെ നിർത്തിയാണ്? ആകാശത്തെയും ഭൂമിയെയും ഞാൻ ഇന്ന് നിനക്കെതിരായി സാക്ഷിയാക്കുന്നു. അതായത് ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ആരൊക്കെ കാണുന്നുണ്ട്? ആകാശവും ഭൂമിയും കാണുന്നുണ്ട് അല്ലെ? നമ്മൾ ഇതിലാണല്ലോ ജീവിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്കെതിരെ സാക്ഷികൾ പറയാനായിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. നമുക്ക് സഹായിക്കാൻ ദൂതന്മാരുള്ളത് പോലെ നമുക്കെതിരെ നിൽക്കാനായിട്ട് ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് വേണം? ജീവനും മരണവും ഒക്കെ അനുഗ്രഹവും ശാപവും ഒക്കെ നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. സെലക്ഷൻ നമ്മുടേതാണെങ്കിലും ദൈവത്തിന്റെ ഒരു റിക്വസ്റ്റ് ആണ് മക്കളെ ജീവൻ തെരഞ്ഞെടുക്കണം എന്നുള്ളത്. 20-ാമത്തെ വചനമാണ്, നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടത്തോട് ചേർന്ന് നിൽക്കുക. നിനക്ക് എന്തുണ്ട്? ദീർഘായുസ്സും ജീവനും ദീർഘായുസ്സും ലഭിക്കും. നിന്റെ പിതാക്കന്മാരായ അബ്രഹത്തിനും ഇസ്ഹാക്കിനും യാക്കോബിനും നൽകുമെന്ന കർത്താവ് ശപഥം ചെയ്ത ദേശത്ത് നീ വസിക്കുകയും ചെയ്യും അല്ലെ? അപ്പോ ഈ വാഗ്ദാനം കൺക്ലൂഡ് ചെയ്യുന്നത് ഇവിടെയാണ് അല്ലെ? അബ്രഹത്തിന് കൊടുത്ത വാഗ്ദാനം, യാക്കോബിന് കൊടുത്ത വാഗ്ദാനം, ഇസ്ഹാക്കിന് കൊടുത്ത വാഗ്ദാനം എന്താണ്? അത് ശപഥപൂർവ്വം തന്നൊരു വാഗ്ദാനമാണ്. അത് ആരും തട്ടിയെടുക്കരുത്, ആരും നഷ്ടപ്പെടുത്തരുത്, ആരും വീണു പോകരുത്. പാപത്തിൽ വീണു പോകരുത്. ജീവൻ തെരഞ്ഞെടുക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? സിമ്പിളാണ്. നമ്മൾ ദൈവത്തെ സ്നേഹിക്കണം. ഒരു വ്യക്തിയോട് ഞാൻ ദൈവത്തെ സ്നേഹിക്കുകയാണ്, ദൈവത്തെ അനുസരിക്കുന്ന ആരെങ്കിലും പറയോ? ഇല്ല. ദൈവത്തെ സ്നേഹിക്കുന്നവൻ അത് ആ ഒരു പുണ്യത്തിലാണ് ജീവിക്കുന്നത്. ദൈവത്തെ സ്നേഹിക്കുന്നവൻ ദൈവത്തെ അനുസരിക്കും. അതിനെ അനുസരിപ്പിക്കാൻ വേറൊരു ക്ലാസ് കൊടുക്കേണ്ട ആവശ്യമില്ല അല്ലേ? ആലോചിച്ച് നോക്കേ, നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമ്മളെ കണ്ടറിഞ്ഞ് ഒരു കാര്യം ചെയ്യുകയാണ്. അതെന്തുകൊണ്ടാണ്? നമ്മളോട് സ്നേഹമുള്ളത് കൊണ്ടാണ് അല്ലെ? നമ്മൾക്ക് ഭയങ്കര സർപ്രൈസ് ഗിഫ്റ്റുകൾ തരുന്നുണ്ടല്ലോ ചില മനുഷ്യര്. എന്തുകൊണ്ടാണ്? അവർക്ക് നമ്മളോടുള്ള സ്നേഹത്തിന്റെ സർപ്രൈസ് ആണ് അല്ലെ? ഈ മനുഷ്യന് ഇത്രയും ക്ഷണികരായ മനുഷ്യർ ഇത്രമാത്രം അങ്ങനെ ഒരു പ്രവൃത്തിയിലാണെങ്കിൽ ദൈവത്തിന്റെ സർപ്രൈസ് എന്താണ്? നിത്യജീവനാണ് അല്ലെ? ആ ജീവൻ തെരഞ്ഞെടുക്കാനാണ് സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യം കർത്താവ് പറയണത്. നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം. എങ്ങനെ സ്നേഹിക്കണം? അവിടത്തോട് ചേർന്ന് നിന്നു. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ദൈവത്തെ അനുസരിച്ച് സ്നേഹിക്കണം. അല്ലാതെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്ന നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാല് ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയാനായിട്ട് പറ്റുമോ? ഇല്ല. എല്ലാവർക്കും ഭയങ്കര ദൈവസ്നേഹമാണ്. പക്ഷെ ദൈവം പറഞ്ഞ ഒരു കാര്യവും ശ്രദ്ധിക്കില്ല, അനുസരിക്കില്ല, ഫോളോ ചെയ്യില്ല. അപ്പൊ എങ്ങനെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റണത്? അല്ലെ? നമ്മളിപ്പോ ഒരാളോട് നിനക്കും ഒരു ദൈവസ്നേഹം ഇല്ല എന്ന് പറഞ്ഞാല് ആർക്കും ഇഷ്ടപ്പെടില്ല. ഇഷ്ടപ്പെടുവോ? ഒരു ദൈവസ്നേഹി വന്നേക്കുന്നു എന്ന് പറഞ്ഞ് നമ്മളെ കളിയാക്കും അല്ലേ? പക്ഷെ എന്താണ് അതിന്റെ ആ ഒരു വാക്ക് പറയാൻ കാരണം എന്താ? പറയുന്ന അനുസരിക്കുന്നില്ല അല്ലെ? ഇപ്പൊ ഞാനിപ്പോ എന്റെ മോനോടൊരു കാര്യം പറഞ്ഞു, അപ്പൊ അവൻ പറഞ്ഞു എനിക്കിപ്പോ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അമ്മനോട് ഇപ്പൊ ഒരു സ്നേഹം ഇല്ലല്ലേ നിനക്കുന്നതല്ലേ നമ്മ പറയുള്ളൂ അല്ലേ? നോർമലി എന്താ? എന്തുകൊണ്ടാ? എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ ഞാൻ പറയണ അനുസരിക്കണം. സ്നേഹിക്കുന്നതിന്റെ ഒരു പ്രവൃത്തിയാണ് അനുസരണം അല്ലേ? നമ്മള് പറയുന്ന കാര്യം അനുസരിക്കുന്നില്ല,
പക്ഷെ അവര് സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എന്താ? ഫ്രോഡാണത്, അല്ലേ? അതെ. ഉം. അത് കപടതയാണത്. അവര് കപടത. കാര്യം കാണാനുള്ള സ്നേഹമാണ്, അതിൽ ഭയങ്കര കപടതയുണ്ട്. അത് നമ്മൾ സൂക്ഷിക്കണം, അല്ലെ? ഇന്ന് ഈ കാലഘട്ടത്ത് ഫ്രോഡ് സ്നേഹങ്ങളാണ് കൂടുതൽ കൂടുതൽ. തഴച്ചു വളരുന്നത്. മക്കളായാലും ജീവിത പങ്കാളികളായാലും കുടുംബ ബന്ധങ്ങളായാലും സമൂഹ ബന്ധങ്ങളായാലും എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ചങ്കാണെന്ന് പറയില്ലേ? ചങ്കാണ് എന്റെ ഈശോ എന്നൊക്കെ പറഞ്ഞ് പാടണുണ്ട്. എനിക്ക് ചിരി വരും അതെ. ചില സമയത്ത്. ഈ പാടുന്ന ആൾക്കാരും ഡാൻസ് കളിക്കുന്ന ആൾക്കാരൊക്കെ അതിനുവേണ്ടി ചെയ്യുന്നതാണ്. അത് കഴിഞ്ഞാൽ അവര് പഴയ അവസ്ഥയാ, അല്ലെ? ഉം. ചങ്കാണ് എന്റെ ഈശോ എന്ന് പറഞ്ഞൊരു ആ, പാട്ടില്ലേ? ചങ്കാണ് എന്റെ ചങ്കാണ് കേൾക്കാനൊക്കെ രസമാണ്. ഈ 5 മിനിറ്റ് 6 മിനിറ്റ് ഒക്കെ ഉണ്ട് ആ പാട്ട്. അത് കഴിയുമ്പോ കഴിഞ്ഞു. ചങ്ക് പോയിട്ട് ചങ്ങിന്റെ അരികത്ത് പോലും വന്നിരിക്കാനുള്ള ഒരു മനസ്സില്ല. മനസ്സുണ്ടെങ്കിൽ അനുസരിച്ചാനേ, അല്ലേ? അതെ അതെ. അനുസരിക്കില്ലേ? അനുസരിക്കും, ദൈവസ്നേഹമുള്ളവർക്ക് പരിശോധിച്ചത്. ദൈവസ്നേഹമുള്ളവർക്ക് ദൈവത്തെ അനുസരിക്കുക എന്ന് പറയേണ്ട കാര്യമില്ല. അത് ഇൻക്ലൂഡഡ് ആണ്, അതെ. അല്ലേ? അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എങ്ങനെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നത്? നമ്മൾ ദൈവത്തെ അനുസരിച്ച് സ്നേഹിക്കുക, അത്രയെങ്കിലും ചെയ്താൽ മതി. ഇത് എന്തൊരു സിമ്പിൾ ആണ്, പക്ഷെ ഭയങ്കരമായ ഒരു അനുഗ്രഹമാണ് ആ ജീവിതം. ഞാൻ പലപ്പോഴും സമയമില്ലെങ്കിലും ഞാൻ പലപ്പോഴും ഒരു കാര്യം തീരുമാനിക്കുമ്പോ ഈശോയെ, എനിക്ക് ഇങ്ങനെയുള്ള ആവശ്യമൊക്കെ ഉണ്ട്, ആഗ്രഹമൊക്കെ ഉണ്ട്, ഈശോയ്ക്ക് ഇഷ്ടമാണോ എന്ന് ഞാനിങ്ങനെ ചോദിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത്? എന്നെ അത് നിയന്ത്രിക്കുന്ന ഒരാളുണ്ടെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. സ്നേഹമുള്ളത് കൊണ്ടും ഈശോ നല്ലത് കാണിച്ചു തരും എന്നുള്ളത്. ഈശോ നല്ലതേ നമുക്ക് കാണിച്ചു തരുള്ളൂ, ഈശോ മോശമൊന്നും കാണിച്ചു തരില്ല. പക്ഷെ നമ്മളുടെ ഒരു കമ്മിറ്റ്മെന്റ് ദൈവത്തിന് കൊടുത്തില്ലെങ്കിൽ നമുക്ക് എപ്പോഴും എന്താണ്? എപ്പോഴും നിരാശയായിരിക്കുള്ളൂ, ഇല്ലേ? സ്നേഹം, നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം കുറയുന്നതുകൊണ്ട് നമുക്ക് വരുന്ന പ്രതിഫലം എന്ന് പറഞ്ഞാൽ ജീവിത നൈരാശ്യം വരും. പക്ഷെ ദൈവസ്നേഹമുള്ളവന് പിടിച്ചു നിൽക്കുവാൻ ശക്തി ഉണ്ടാവും, അല്ലേ? അതെ അതെ. ദൈവസ്നേഹം ഗുളികയൊന്നുമില്ല. ദൈവസ്നേഹത്തിന്റെ ഗുളികയൊന്നും നമുക്ക് ആരും തരില്ല, ഉണ്ടോ? ഇല്ല ഇല്ല. അത് നമ്മൾ തന്നെ കണ്ടെത്തണം. Build ചെയ്യണം. അതെ, ആ build ചെയ്യണം. നമ്മളുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തെ സ്നേഹിക്കുന്ന നമുക്ക് ആരുടെയെങ്കിലും ഔദാര്യം വേണോ? വേണ്ട. ഇപ്പൊ എന്റെ ഹൃദയത്തെ സ്നേഹിക്കാൻ എനിക്ക് ആരുടെയെങ്കിലും അനുവാദം വേണോ? വേണ്ട. വേണ്ട. എന്റെ ഹൃദയത്തിന്റെ ഉള്ളില് വേറൊരാളും കൂടി ഉണ്ടെന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിച്ച എന്റെ ഹൃദയം ഞാൻ നന്നായിട്ട് സ്നേഹിക്കും. അത്രയെങ്കിലും സ്നേഹിക്കാമല്ലോ നമുക്ക്, അല്ലേ? അപ്പൊ അത് അങ്ങനെ സ്നേഹിക്കുമ്പോഴേക്കും നമുക്ക്, അതുകൊണ്ടാണ് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അപ്പൊ എന്റെ ഉള്ളിൽ, ഹൃദയത്തിന്റെ ഉള്ളിൽ ഈശോ ഉണ്ടെന്നുള്ള ബോധ്യം ഉണ്ടെങ്കിൽ, ഈശോയോട് സ്നേഹം ഉണ്ടെങ്കിൽ എന്റെ ഹൃദയത്തിൽ ഞാൻ നന്നായിട്ട് സ്നേഹിക്കും. ഈശോ തരുന്ന പ്രചോദനങ്ങളെ എന്ത് വില കൊടുത്തും ഞാൻ നേരിടും. ഇപ്പൊ ഇന്ന് നമ്മള് ചാരിറ്റി ഫുഡ് കൊടുക്കുകയാണ്. അപ്പൊ എനിക്ക് കാലൊക്കെ ഭയങ്കര വേദനയുണ്ട്, നീരാണ്. പിന്നെ ഇന്ന് രാവിലെ തിരക്കായിരുന്നു, 2 കുർബാന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഒരു റെസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ വീട്ടിൽ വന്നത് 1:50 ആയപ്പോഴാണ്. അപ്പൊ ഞാൻ കർത്താവ് 2 മണിക്ക് മുമ്പ് എത്തിക്കാന്ന് വെച്ചാൽ നല്ല മുട്ടം വെയില്, ഭയങ്കര. എന്റെ കയ്യിലപ്പോ കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും, മാർക്കറ്റിലൊക്കെ പോയി. അപ്പൊ ഞാൻ ഓർത്തു, കർത്താവേ എനിക്ക് കാലൊട്ടും വയ്യ, എന്നിട്ട് എന്നെ നടത്തുന്നുണ്ടല്ലോ എന്ന് ഓർത്ത്. അപ്പൊ ഞാൻ പ്രാർത്ഥിച്ചില്ല. ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ചൂടൊക്കെ ഞാനൊരു പ്രാർത്ഥനയ്ക്ക് തരാം, എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും പറ്റുന്നില്ല. ഞാനിങ്ങനെ വഴി കൂടി വർത്താനം പറഞ്ഞ് തല്ലുപിടിച്ചൊക്കെയാണ് വന്നത്. പക്ഷെ വീടെത്തിയപ്പോഴേക്കും ഞാൻ പറഞ്ഞു 2 മണിക്കുള്ളിൽ എന്നെ വീടെത്തിക്കണമെന്ന് പറഞ്ഞു. ഞാൻ വീട്ടിലെത്തിയപ്പോഴേക്കും 1:50. ഈശോയ്ക്ക് എന്നോട് സ്നേഹമുണ്ടോ ഇല്ലയോ? ഉണ്ട്. കാരണം നമ്മള് പ്രവൃത്തിയിൽ കൂടിയാണ് ഇത് പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നത്, അല്ലെ? അപ്പൊ നമ്മള് ദൈവത്തെ സ്നേഹിച്ചാല് ദൈവം നമ്മളൊരു 5% സ്നേഹിച്ചു കഴിഞ്ഞാല് കർത്താവ് ഒരു 500% സ്നേഹിക്കാൻ ദൈവം നമ്മളുടെ മുമ്പിൽ നിലകൊള്ളും. ഞാനിങ്ങനെ പോന്നപ്പോ ഭയങ്കര വെയിറ്റ്. അപ്പൊ കർത്താവ് ഇത് ആരെങ്കിലും ഒന്ന് പിടിച്ചെങ്കിലാന്ന് ഓർത്ത് പകുതി വഴി എത്തിയപ്പോഴേക്കും ഒരാളെ കണ്ടു. ഞാൻ ഇതൊന്ന് പിടിച്ചേന്ന് പറഞ്ഞിട്ട് അത് വീട്ടിൽ കൊണ്ടുവന്ന് തന്നു. അപ്പൊ ഞാൻ ആ വ്യക്തി അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ ആളാരവിടെ കൊണ്ട് നിർത്തിയത്? ഈശോ തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലെ? അപ്പൊ പോകുന്ന വഴിയും നടക്കുന്ന വഴിയും നമ്മുടെ ആ വിചാരത്തോടു കൂടെ ആണെങ്കിൽ നമുക്ക് എല്ലാത്തിനും ഉത്തരം അപ്പടപടാന്ന് കിട്ടും. അപ്പൊ എന്ത് ചെയ്യണം? നിന്റെ ദൈവമായ കർത്താവിനെ സ്നേഹിച്ച് അവിടുത്തെ വാക്ക് കേട്ട് അവിടത്തോട്
ചേർന്ന് നിൽക്കുക. അത്രയും ചെയ്താൽ മതി. വലിയ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. വലിയ വലിയ ശാസ്ത്രീയമായിട്ട് ദൈവത്തെ സ്നേഹിക്കാനോ ദൈവത്തിന്റെ കാര്യങ്ങൾ അറിയാനോ പഠിക്കാനോ ഒന്നും പോകണ്ട. പക്ഷെ ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള കാര്യം ചെയ്ത് എങ്കിലും നമ്മുടെ ഫൗണ്ടേഷൻ ഒന്ന് കറക്റ്റ് ചെയ്യുക. അതിനുവേണ്ടി അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്കായി കാലിയ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്കായി കാലിയ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്കായി സ്രോതസ്സായി ഒഴുകിയിറങ്ങുന്ന തിരുരക്തമേ, തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരയണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രാണത്തിൽ ഞങ്ങളുടെ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റിയമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിലെ ഭൂമിയിലെ സൃഷ്ടാവുമായ ഞാൻ വിശ്വസിക്കുന്നു.